നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയകേരമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ മലപ്പുറം ജില്ലയിലെ മങ്കട, മലപ്പുറം എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ചരിത്രവും പാരമ്പര്യവും ഒരുപോലെ പേറുന്ന തൂത്തപ്പുഴയുടെ തീരങ്ങൾ തഴുകുന്ന പ്രകൃതി രമണീയമായ മങ്കട നിയോജക മണ്ഡലം. ഇവിടെ വികസനത്തിന്റെ പുതിയ കാറ്റ് വീശുന്ന കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അറിയാം. മങ്കട, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കരപ്പറമ്പ്, മൂർക്കനാട്, പുഴക്കാട്ടിരി, ചരിത്രപ്രസിദ്ധമായ അങ്ങാടിപ്പുറം എന്നീ 7 ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് മങ്കട നിയോജക മണ്ഡലം. മലപ്പുറം ജില്ലയുടെ കാർഷിക, സാംസ്കാരിക, വിദ്യാഭ്യാസ ഭൂപടത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ പ്രദേശം ഇന്ന് വികസനത്തിന്റെ കാര്യത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. മലയോര മേഖലയുടെ ഭാഗമെന്ന നിലയിലും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കണക്കിലെടുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ പല പരിമിതികളും നേരിട്ടിരുന്നു. എന്നാൽ ആ കാലഘട്ടം മാറുകയാണ്. മങ്കട നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലായി ആയിരക്കണക്കിന് ആളുകൾക്കാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി മുഖേന താമസിക്കാനൊരു വീട് സ്വന്തമായി കിട്ടിയിട്ടുള്ളത്. അതുപോലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് 68 കോടി രൂപ മുതൽ മുടക്കിൽ മൂർക്കനാട് പഞ്ചായത്തിലെ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പണി പൂർത്തീകരിച്ച് മൂർക്കനാട്, കുറുവ, പുഴക്കാട്ടി, മങ്കട, കൂട്ടിലങ്ങാടി, മക്കരപ്പറമ്പ് തുടങ്ങിയ 6 പഞ്ചായത്തുകളിൽ നിന്ന് ശുദ്ധജലക്ഷാമം വിതരണം ചെയ്യാനുള്ള പദ്ധതി നടപ്പിൽ വന്നിട്ടുണ്ട്. അത് വളരെയേറെ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സഹായകരമാണ്. അതിന് പുറമെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ കടലുണ്ടി പുഴയിൽ 6 കോടി രൂപ മുതൽ മുടക്കിൽ ആനപ്പാറ പൊറ്റമ്മൽ തടയണ നിർമ്മിച്ചത്. ചൊവ്വാണ കുറുവ പഞ്ചായത്തിൽ, കുറുവ പുഴക്കാട്ടി പഞ്ചായത്തിലെ ഗുണകരമായ ചൊവ്വാണ പദ്ധതി, ഇങ്ങനെ നിരവധിയായ പദ്ധതികളിലൂടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാരിൻ്റെ നല്ല തോതിലുള്ള സഹായം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊടും പാവും നൽകുന്ന കിഫ്ബിയും കൈകോർത്ത് നടപ്പിലാക്കുന്ന നൂതന പദ്ധതികൾ ഈ പരിമിതികളെ ഒന്നൊന്നായി മറികടക്കാൻ സഹായിക്കുന്നു. വിദ്യാഭ്യാസം, ജലവിഭവം, ഗതാഗതം, ആരോഗ്യം, നൈപുണ്യം വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ മങ്കടയുടെ ഭാവിയെ കൂടുതൽ ശോഭനവും സുരക്ഷിതവുമാക്കുകയാണ്. ഈ വികസന മുന്നേറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ തിളക്കമാർജിച്ചത് വിദ്യാഭ്യാസ രംഗമാണെന്ന് നിസ്സംശയം പറയാം. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചതും ആധുനികവുമായ പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം മങ്കടയിൽ അക്ഷരാർത്ഥത്തിൽ പൂവണിയുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായത്തോടെ മങ്കട മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകളാണ് ലോകോത്തര നിലവാരത്തിലേക്ക് മാറിയത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാവുന്ന വിദ്യാഭ്യാസ മേഖലയിലാണ്. ഏതാണ്ട് എല്ലാ സർക്കാർ സ്കൂളുകൾക്കും നല്ല തോതിൽ കെട്ടിടങ്ങളും ഡിജിറ്റൽ ക്ലാസ് മുറികളും റെഡിയായി. 5 കോടി രൂപ മുതൽ മുടക്കാണ് മക്കരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടമുണ്ടാക്കിയത്. കടുങ്ങപുരം ഹൈസ്കൂളിന് 3 കോടി, മങ്കട ഹൈസ്കൂളിന് 3 കോടി, മങ്കടപള്ളിപ്പുറ ഹൈസ്കൂളിന് 3 കോടി, പാങ് ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി എന്ന തോതിൽ കെട്ടിടം പണി പലതും പൂർത്തിയായി, മറ്റു ചിലത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് യു പി സ്കൂൾ എടുക്കുകയാണെങ്കിൽ പാങ് യു പി സ്കൂള്, അതുപോലെ തന്നെ മങ്കടപള്ളിപ്പുറ യു പി സ്കൂള്, പനങ്ങാങ്ങര യു പി സ്കൂള് തുടങ്ങി നിരവധി യു പി സ്കൂളുകളിലും, പിന്നെ ചൊവ്വാണ എൽ പി,
GLP, കുറുവ GLP, അതുപോലെ തന്നെ വെള്ളില GLP മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആവശ്യപ്പെട്ടിടത്തൊക്കെ സ്ഥല സൗകര്യമുള്ളിടത്തൊക്കെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നല്ല സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ഈ വലിയ പരിവർത്തന യജ്ഞം നടത്തിയത്. നിരവധി ക്ലസ്റ്റർ പദ്ധതികളിലൂടെ മങ്കട മണ്ഡലത്തിലെ ഒട്ടനവധി സ്കൂളുകൾക്ക് ഈ നവീകരണത്തിന്റെ പ്രയോജനം ലഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തുടങ്ങിയ പ്രമുഖ ഏജൻസികളാണ് ഈ വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത്. ചോർന്നൊലിക്കുന്ന പഴയ കെട്ടിടങ്ങൾക്ക് പകരം മനോഹരമായ പുതിയ ബഹുനില മന്ദിരങ്ങൾ വന്നു. പൊടി നിറഞ്ഞ ക്ലാസ് മുറികൾ സ്മാർട്ട് ബോർഡുകളും ലാപ്ടോപ്പുകളുമുള്ള ഹൈടെക് പഠന ഇടങ്ങളായി. സൗകര്യങ്ങളില്ലാതിരുന്ന ലാബുകൾ ആധുനിക ഉപകരണങ്ങൾ നിറഞ്ഞ ഗവേഷണ കേന്ദ്രങ്ങളായി. പുസ്തക ശേഖരണം കുറവായിരുന്ന ലൈബ്രറികൾ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി. വൃത്തിഹീനമായ സാഹചര്യങ്ങൾക്ക് പകരം മികച്ച ടോയ്ലറ്റുകൾ, ആധുനിക അടുക്കളകൾ, ഡൈനിങ് ഹാളുകൾ, സുരക്ഷിതമായ ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. ഈ പദ്ധതികൾക്കായി അനുവദിച്ച ഫണ്ടിന്റെ വലിയൊരു ഭാഗം ഇതിനകം വിനിയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇത് ഈ പദ്ധതികളുടെ വേഗതയും കാര്യക്ഷമതയും വ്യക്തമാക്കുന്നു. ഈ മാറ്റങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച അന്തരീക്ഷം നൽകുന്നതിനൊപ്പം പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റാനും സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ ആകർഷിക്കാനും വിദ്യാഭ്യാസ നിലവാരം ഗണ്യമായി ഉയർത്താനും സഹായിച്ചു. ഇനിയും പുതിയ ക്ലസ്റ്റർ പദ്ധതികൾ കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നത് ഈ രംഗത്തെ തുടർ വികസനത്തിനുള്ള സർക്കാരിന്റെ ഉറച്ച പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ വലിയ കുതിപ്പിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മങ്കടയ്ക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രധാന സർക്കാർ കോളേജുകളിലൊന്നായ മങ്കട ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 8,66,00,000 രൂപയുടെ ഒരു സമഗ്ര പദ്ധതിക്ക് കിഫ്ബി ഭരണാനുമതി നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർവഹണ ഏജൻസി. പുതിയ അക്കാദമിക് ബ്ലോക്കുകൾ, ലാബ് സൗകര്യങ്ങൾ, ലൈബ്രറി വികസനം എന്നിവയെല്ലാം ഇതിലൂടെ യാഥാർത്ഥ്യമാകും. ഇത് പൂർത്തിയാകുന്നതോടെ കോളേജിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പഠന ഗവേഷണ സൗകര്യങ്ങൾ ലഭിക്കും. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ വികസനം ലക്ഷ്യമിടുന്ന മലപ്പുറം തൃശൂർ ഹയർ എഡ്യൂക്കേഷൻ ക്ലസ്റ്റർ ഫേസ് 4 പദ്ധതിയുടെ ഭാഗമായി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 8,29,00,000 രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇതിൽ 7,86,00,000 രൂപയുടെ, അതായത് 95% പണികൾ പൂർത്തിയായി കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. ഇതിന്റെ പ്രയോജനം ഈ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്കും ലഭിക്കും. വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ ഒരു നാടിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ് ജലത്തിന്റെ ലഭ്യത. മങ്കട മണ്ഡലത്തിലെ ജലവിഭവ രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന അഭിമാന പദ്ധതിയാണ് ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സായ തൂത്തപ്പുഴയ്ക്ക് കുറുകെ കീഴ്മുറിക്കടവിൽ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ്. മൂർക്കനാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതിക്ക് 67,64,00,000 രൂപയുടെ വലിയൊരു തുകയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ ഇതിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായ വാർത്ത, ഇതിനകം 40,32,00,000 രൂപയുടെ, അതായത് പദ്ധതിയുടെ 60% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നതാണ്. തൂണുകളുടെയും ഡെക്ക് സ്ലാബുകളുടെയും നിർമ്മാണം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിക്ക് ആവശ്യമായ ജലസേചന സൗകര്യം ഉറപ്പാക്കാനും വേനൽക്കാലത്ത് പുഴ വറ്റുന്നത് തടഞ്ഞ് ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്താനും ഭൂഗർഭ ജലവിധാനം ഉയർത്താനും അതുവഴി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലക്ഷാമം പരിഹരിക്കാനും സാധിക്കും. അതോടൊപ്പം പുഴയുടെ ഇരുകരകളിലുമുള്ളവർക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും ഈ പാലം ഉപകരിക്കും. ഇത് മങ്കടയുടെ കാർഷിക ഭാവിക്കും ജനങ്ങളുടെ ജീവിത നിലവാരത്തിനും ഒരുപോലെ പ്രയോജനകരമാകുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ്. ഗതാഗത രംഗത്ത് മങ്കടയിലെ പ്രധാന ടൗണുകളിലെയും റോഡുകളിലെയും തിരക്ക് കുറയ്ക്കുന്നതിനും പ്രാദേശിക യാത്രകൾ സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഓരോടം പാലം വൈലോങ്കര ബൈപ്പാസ് റോഡ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 16 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി. സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബൈപ്പാസ് റോഡ് പൂർത്തിയാകുമ്പോൾ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാവുകയും യാത്രക്കാർക്ക് സമയലാഭം ഉണ്ടാവുകയും ചെയ്യും.
ആരോഗ്യ സംരക്ഷണ രംഗത്തും കിഫ്ബി സഹായത്തോടെയുള്ള പദ്ധതികൾ മങ്കടയിലെ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനകരമാണ്. കോവിഡ് പോലുള്ള മഹാമാരികൾ നൽകിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളെ സജ്ജരാക്കേണ്ടതിന്റെ പ്രാധാന്യം വലുതാണ്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ ഗുണഫലം മങ്കട മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ മാറ്റിപ്പാർപ്പിച്ച് ചികിത്സ നൽകാനും രോഗവ്യാപനം തടയാനും പ്രാദേശികമായി തന്നെ സൗകര്യമൊരുക്കും. ആരോഗ്യ മേഖലയിൽ എല്ലാ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറുകയും സർക്കാർ സഹായത്തോടെ ആധുനിക സൗകര്യങ്ങളും കെട്ടിടങ്ങളും അവിടെ ലബോറട്ടറി എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. വൈകുന്നേരം വരെ OP ഉണ്ട്. ഇപ്പോൾ 2 ഡോക്ടർമാരെ സേവനം ചുരുങ്ങിയതുണ്ട്. കൂടുതൽ ജീവനക്കാരെ നിയമിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ ഒരുക്കൽ. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ തൊഴിൽ വൈദഗ്ധ്യം നേടാനും അതുവഴി മികച്ച വരുമാനം കണ്ടെത്താനും നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഇതിനായി KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിയുടെ പ്രയോജനം മങ്കടയിലെ യുവജനങ്ങൾക്കും ലഭിക്കും. അങ്ങനെ പാർപ്പിടം, പിന്നെ റോഡ് ആണ് പറയാണ്ടല്ലേ, എല്ലാ റോഡുകളും നല്ല രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ റോഡുകളും നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമായിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ളം, പാർപ്പിടം, റോഡ്, ഗതാഗതം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ ഏറ്റവും നല്ല തോതിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ജനങ്ങൾ ക്ഷേമം മുൻനിർത്തിയ ഗവൺമെൻറ്. ഏറ്റവും അവസാനമായി ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ 132 കോടി രൂപ മുതൽ മുടക്കിയ മിൽമയുടെ പാൽപ്പൊടി നിർമ്മാണ പ്ലാന്റ് മങ്കട മണ്ഡലത്തിലെ മൂർക്കനാടാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വലിയ തോതിൽ ക്ഷീര കർഷകർക്ക് സഹായകരമായ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയും, അതും കേരളത്തിലാകെ ആദ്യത്തെ ഫാക്ടറി ഈ മങ്കട മണ്ഡലത്തിലാണ് വന്നത്. അങ്ങനെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് വലിയ പുരോഗതി നേടിയെടുക്കാൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിന് അതിൻ്റെ എല്ലാ അഭാവങ്ങളും നേരുകയാണ്. മങ്കട നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ ഹ്രസ്വമായ യാത്ര ഈ ചരിത്ര ഭൂമിയിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന വലിയ വികസന മുന്നേറ്റത്തിന്റെ വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് നൽകുന്നത്. സ്കൂളുകൾ അറിവിന്റെ ലോകോത്തര കേന്ദ്രങ്ങളായി മാറുമ്പോൾ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പോലുള്ള പടുകൂറ്റൻ ജലവിഭവ പദ്ധതികൾ കൃഷിക്കും കുടിവെള്ളത്തിനും ഒരുപോലെ ആശ്വാസമാകുമ്പോൾ, ഗതാഗത കുരുക്കഴിക്കാൻ പുതിയ പാതകൾ ഒരുങ്ങുമ്പോൾ, ആരോഗ്യരംഗത്ത് കൂടുതൽ കരുതൽ എത്തുമ്പോൾ, യുവതലമുറയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറക്കുമ്പോൾ അത് അടയാളപ്പെടുത്തുന്നത് ഒരു നാടിൻ്റെ സമഗ്രമായ സുസ്ഥിരമായ വളർച്ചയാണ്. കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ മങ്കടയുടെ ഭാവിയെ കൂടുതൽ ശോഭനവും പ്രതീക്ഷാ നിർഭരവുമാക്കുകയാണ്. ഓരോ പദ്ധതിയും വെറുമൊരു നിർമ്മിതിയല്ല, മറിച്ച് അത് മങ്കടയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയുടെയും ആശ്വാസത്തിൻ്റെയും പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ്. കൃത്യമായ ആസൂത്രണവും കാര്യക്ഷമമായ നിർവഹണവും ജനകീയ പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് നാടിനും വികസനത്തിൻ്റെ പാതയിൽ അതിവേഗം മുന്നേറാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മങ്കടയിൽ ഇന്ന് നമ്മൾ കാണുന്നത്. ഈ വികസന മുന്നേറ്റം മങ്കടയെ കൂടുതൽ ഊർജ്ജസ്വലമായ, കൂടുതൽ സമൃദ്ധമായ ഒരു ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മലപ്പുറം മുനിസിപ്പാലിറ്റിയും ഒപ്പം മൊറയൂർ, പൂക്കോട്ടൂർ, ആനക്കയം, കോഡൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മലപ്പുറം നിയോജക മണ്ഡലം. ജില്ലയുടെ ഭരണ, വിദ്യാഭ്യാസ, വാണിജ്യ, സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ മലപ്പുറം മണ്ഡലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി നടപ്പാക്കുന്നത് 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ്. വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം, കുടിവെള്ളം, കായികം, സാംസ്കാരികം, റവന്യൂ സേവനങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ ഉണർവാണ് ദൃശ്യമാകുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വികസനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ കാണുന്ന വികസനം ആദ്യം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ളതാണ്. കാരണം നമുക്കറിയാം, പൊതുമരാമത്ത് വകുപ്പിൽ ഹൈവേ റോഡുകളെ പോലെയുള്ള അതെല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൻ്റെ ഒരു മുഖഛായം തന്നെ മാറ്റാൻ ഈ കിഫ്ബി ഫണ്ട് കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മലപ്പുറം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും കോടിക്കണക്കിന് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ
മാറ്റങ്ങൾ കുറേ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പൊതുമരാമത്താവട്ടെ, വിദ്യാഭ്യാസം ആവട്ടെ, അതുപോലെ ജലസംഭരണികളാവട്ടെ എല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മലപ്പുറം മണ്ഡലത്തിൽ മാറ്റം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വികസന മുന്നേറ്റങ്ങൾ മലപ്പുറം പട്ടണത്തിനും മണ്ഡലത്തിനും പുതിയ മുഖം നൽകുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം കാണുന്നത് വിദ്യാഭ്യാസ രംഗത്താണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾ അക്ഷരാർത്ഥത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ഈ വലിയ നവീകരണ യജ്ഞം നടത്തിയത്. നിരവധി ക്ലസ്റ്റർ പദ്ധതികളിലൂടെ മലപ്പുറം മണ്ഡലത്തിലെ ഒട്ടനവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ലഭിച്ചു. അതുപോലെ തന്നെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ ഈ കാണുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കുള്ള കെട്ടിടത്തിന് വേണ്ട ഫണ്ടുകളെല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. തീർച്ചയായിട്ടും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ, അതുപോലെ തന്നെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 4 കോടി രൂപ, അത് മിക്ക മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കാണുന്ന എല്ലാ സ്കൂളുകൾക്കും ഇതുപോലെയുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കിഫ്ബി ഫണ്ട് നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മുടെ നാടിന് വളരെ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തുടങ്ങിയ ഏജൻസികളാണ് ഈ നവീകരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഇതിലൂടെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. അനുവദിച്ച ഫണ്ടിന്റെ വലിയൊരു ഭാഗം ഇതിനകം വിനിയോഗിച്ചത് ഈ പദ്ധതികളുടെ വേഗതയും കാര്യക്ഷമതയും വ്യക്തമാക്കുന്നു. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച അന്തരീക്ഷം നൽകുന്നതിനൊപ്പം പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷകമാക്കാനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും സഹായിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ കുതിപ്പിനൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മലപ്പുറം മണ്ഡലം മുന്നേറ്റം നടത്തുകയാണ്. മലപ്പുറം ഗവൺമെന്റ് വനിതാ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 18 കോടി 61 ലക്ഷം രൂപയുടെ വലിയ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വനിതാ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകും. അതോടൊപ്പം മലപ്പുറം ഹയർ എഡ്യൂക്കേഷൻ ക്ലസ്റ്റർ 2 ഫേസ് 3 പദ്ധതിയുടെ ഭാഗമായി കിറ്റ്കോ ലിമിറ്റഡ് 5 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിൽ 4 കോടി 36 ലക്ഷം രൂപയുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇതിന്റെ പ്രയോജനവും ഈ മേഖലയിലെ കോളേജുകൾക്കും ലഭിക്കും. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം മലപ്പുറം നഗരത്തിലെയും മണ്ഡലത്തിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും യാത്ര സുഗമമാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട്. മലപ്പുറം പോലീസ് സ്റ്റേഷൻ, കിഴക്കേത്തല ചെത്തുപാലം ഫ്ലൈ ഓവർ ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്.
89,92,00,000 രൂപയുടെ ഈ വലിയ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡാണ് ഇതിന്റെ നിർമ്മാണ ചുമതല. ഈ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറം ടൗണിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. അതോടൊപ്പം കോട്ടയ്ക്കൽ കോട്ടപ്പടി റോഡ് നവീകരിക്കുന്നതിനുള്ള 18,85,00,000 രൂപയുടെ പദ്ധതി കേരള റോഡ് ഫണ്ട് ബോർഡ് നടപ്പിലാക്കുകയാണ്. ഇതിന്റെ 15,34,00,000 രൂപയുടെ പണികൾ പൂർത്തിയായി. ഇത് മലപ്പുറത്തേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കും. ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം ടൗണിലെ മെയിൻ ട്രാഫിക് ജാമായിരുന്ന കോട്ടപ്പടി ഓവർ ബ്രിഡ്ജിന് 19 കോടിയോളം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കോണുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ പ്രയാസങ്ങളും ആ ബ്രിഡ്ജിന് കൊണ്ടുണ്ടാവുമെന്നുകൊണ്ട് മാത്രമാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെ കിഫ്ബി ഫണ്ട് കൊണ്ട് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ നമുക്ക് കഴിയും. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ ശുദ്ധജലം ഉറപ്പാക്കുന്നതിനും സർക്കാർ വലിയ ശ്രദ്ധ നൽകുന്നുണ്ട്. മലപ്പുറം പബ്ലിക് ഹെൽത്ത് സർക്കിളിലെ ട്രാൻസ്മിഷൻ മെയിനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള 28,42,00,000 രൂപയുടെ പദ്ധതി കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുകയാണ്. ഇതിനകം 10,62,00,000 രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ഇത് കുടിവെള്ള വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മലപ്പുറം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കും. ആരോഗ്യരംഗത്തും കിഫ്ബി സഹായത്തോടെയുള്ള പദ്ധതികൾ മലപ്പുറം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമാണ്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ ഗുണഫലം മലപ്പുറം മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഇത് പകർച്ചവ്യാധികളെ നേരിടാൻ പ്രാദേശികമായി സജ്ജരാക്കാൻ സഹായിക്കും. മലപ്പുറത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു വലിയ പദ്ധതിയാണ് മലപ്പുറം പി മൊയ്തീൻകുട്ടി ഇൻഡോർ സ്റ്റേഡിയം. 35,48,00,000 രൂപയുടെ ഈ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് ഇതിന് നിർമ്മാണ ചുമതല. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറത്തെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യങ്ങൾ ലഭിക്കുകയും വലിയ കായിക മത്സരങ്ങൾക്ക് മലപ്പുറം വേദിയാകുകയും ചെയ്യും. സാംസ്കാരിക രംഗത്ത് സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ സ്മരണാർത്ഥം മലപ്പുറത്ത് ഒരു സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കാൻ 39,67,00,000 രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇതിന്റെ നിർവഹണ ഏജൻസി. ഇത് മലപ്പുറത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു പുതിയ നാഴികക്കല്ലാകും. ഇവയ്ക്കെല്ലാം പുറമെ മറ്റ് ചില പ്രധാന പദ്ധതികളും മലപ്പുറം മണ്ഡലത്തിന്റെ വികസനത്തിന് കരുത്തേകുന്നു. മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടുന്ന രജിസ്ട്രേഷൻ കോംപ്ലക്സ് ക്ലസ്റ്റർ നിർമ്മാണം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നടപ്പിലാക്കുന്നുണ്ട്. ഇത് സർക്കാർ സേവനങ്ങൾ എളുപ്പമാക്കും. മലപ്പുറം ജില്ലയിലെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നായ കോട്ടപ്പടി മാർക്കറ്റ് നവീകരിക്കുന്നതിനുള്ള പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനായി KDISC നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിയും മലപ്പുറത്തെ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടും. മലപ്പുറം നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര ഈ നാട് കൈവരിക്കുന്ന വലിയ മുന്നേറ്റത്തിന്റെ നേർക്കാഴ്ചയാണ് നൽകുന്നത്. ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന സ്കൂളുകൾ, ഗതാഗത കുരുക്കഴിക്കാൻ പോകുന്ന ഫ്ലൈ ഓവർ, നവീകരിക്കുന്ന റോഡുകൾ, കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്ന പദ്ധതികൾ, കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന സ്റ്റേഡിയം, സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന സമുച്ചയം, ഇങ്ങനെ എല്ലാ മേഖലകളിലും കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറ പാകുകയാണ്. ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ അത് മലപ്പുറത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയുടെ പുതിയ അധ്യായം എഴുതി ചേർക്കും. കൃത്യമായ ആസൂത്രണവും കാര്യക്ഷമമായ നിർവഹണവും ഉണ്ടെങ്കിൽ
ഏത് നാടിനും വികസനത്തിൻ്റെ പാതയിൽ അതിവേഗം മുന്നേറാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലപ്പുറത്ത് നമ്മൾ കാണുന്നത്. ഈ വികസന മുന്നേറ്റം മലപ്പുറം മണ്ഡലത്തെ കൂടുതൽ ശോഭനമായ ഒരു ഭാവിയിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. വികസന വേദിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.